ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അനുവിനോടുള്ള അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രൊമോയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോ ആ പ്രൊമോയില് അനുമോള് അക്ബറിക്കയുടെ നോട്ടം ഒന്നും ശരിയല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് ഒരു 3 ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. പ്രേക്ഷകരെ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു 10,000 പേര് കണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 10,000 പേര് കണ്ടപ്പോൾ തന്നെ. അതിന്റെ കാരണം പ്രേക്ഷകരിൽ കുറെ പേര് വന്ന് താഴെ കമന്റ് ചെയ്തു, അക്ബറിന്റെ നോട്ടം കണ്ട് അനുമോൾക്ക് പേടിയാവുന്നു എന്നാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ അതിനെ വളച്ചൊടിക്കരുതേ, നെഗറ്റീവ് ആക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കൂടി ചാനലാണ്. സ്വാഭാവികമായി പ്രേക്ഷകർ ഒരു കാര്യം എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ നമുക്കത് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോ ഉടനെ തന്നെ 10,000 പേര് എങ്ങാണ്ട് കണ്ടപ്പോ തന്നെ ഞാൻ അപ്പോഴേ ഞാൻ ഈ കമന്റ്സ് കാണുന്നത് കേട്ടോ. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഒരുപാട് പേര് വിചാരിക്കും മനഃപൂർവ്വം നമ്മൾ ഇനി ഡീഗ്രേഡ് ചെയ്യുന്നതാണ്, അത്തരത്തിലുള്ള ചീത്ത പേര് എപ്പോഴും കേൾക്കുന്നതാണ്. വെറുതെ എന്തിന്? മാത്രമല്ല അനുമോൾ ഒരു നല്ല പ്ലെയറുമാണ്. ഇനി വെറുതെ എന്റെ ഒരു സംശയം കൊണ്ട് അല്ലെങ്കിൽ ഒരു തോന്നൽ കൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു വീഡിയോ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ വീഡിയോ അപ്പൊ തന്നെ ടേക്ക് ഡൗൺ ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആ വീഡിയോ ഇടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അനുമോൾ അത് പറയുമ്പോൾ എപ്പിസോഡിലാണ് അത് കാണിച്ചത്. അപ്പൊ ഞാൻ അന്ന് ആ ലൈവ് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ 24x7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ മിസ്സാവുമല്ലോ. അപ്പൊ ഞാൻ ആ ലൈവിൽ ആ സംഭാഷണം ഞാൻ കണ്ടില്ല. എപ്പിസോഡ് ഞാൻ കണ്ടപ്പോഴാണ് അനുമോൾ അക്ബറിക്കയുടെ നോട്ടം ശരിയല്ല, എനിക്ക് അത് എന്നോടുള്ള നോട്ടം ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടത്. അപ്പൊ ഞാന് പിന്നീട് ലാസ്റ്റ് BB+ കണ്ട സമയത്ത് BB+ൽ ലാസ്റ്റ് അനുമോൾ പറയുന്നുണ്ടായിരുന്നു ആ ദിവസം, എനിക്ക് അക്ബറിക്കയെ കാണുമ്പോൾ പേടിയാവുന്നു, ഇനി തല്ലോ അടിക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ശരിയായിരിക്കും, ആ ഒരു ഭയം കൊണ്ടായിരിക്കാം അവര് ചിലപ്പോ ആ ഒരു നോട്ടം ശരിയല്ല എന്ന് പറയുന്നത് എന്ന് തോന്നിയിട്ട് ഓക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നന്നായി എന്ന് കരുതി ഞാൻ ആ ടോപ്പിക് അവിടെ വിടുകയും ചെയ്തു. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ അതേ സംശയം അത് കണ്ട മറ്റു പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കുമല്ലോ ലാലേട്ടൻ ഇന്നത് ചോദിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് അതിൽ തോന്നുന്ന സംശയം? കാരണം അക്ബർ എന്ന് പറയുന്നത് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ നോട്ടം ശരിയില്ല എന്ന് പറയുമ്പോ അത് അങ്ങനെ പരുഷമായ ക്രൂരമായ നോട്ടം, നോക്കി പേടിപ്പിക്കാൻ അയാൾ ഒരു മനുഷ്യനാണ്. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ അക്ബറിന്റെ ഗെയിമും ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ കേട്ടോ. നാളെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര ഫണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് ചിരിക്കും. എപ്പോഴും അങ്ങനെ റൂഡായിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. ബട്ട് ആളുടെ ഗെയിമിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്, അത് വേറെ കാര്യം. അത് പുള്ളി മാറ്റം വരുത്തി മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എങ്കിലും ആള് ഭയങ്കര ഫണ്ണാണ്, എന്റർടൈൻമെന്റ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്രൂവൽ ഫേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ അപ്പാനി പിന്നെയും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മാസൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാ. അപ്പാനി ആ ഒരു എപ്പോഴും ഒരു നമുക്കറിയാലോ ഒരു ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പോരാളിയെ പോലെയാണ് നമ്മുടെ അപ്പാനി. പക്ഷെ അതുപോലെയല്ല അക്ബർ പലപ്പോഴും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എപ്പോഴും കളി പറഞ്ഞൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ അനുമോൾ എന്തിനു പേടിക്കണമെന്ന സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എപ്പിസോഡിൽ കാണിച്ച ഒരു കാര്യമായതുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, അയ്യോ അവൻ ഇനി മോശമായിട്ടാണോ ആ പെൺകുട്ടിയെ നോക്കിയത്. കാരണം ഒരു മനുഷ്യന്റെ നോട്ടം, എന്നോടുള്ള നോട്ടം ശരിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം. ഞാനൊരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്ന് ആ വീഡിയോ ചെയ്തത്. പക്ഷെ എപ്പോഴും നമ്മളൊരു കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരിൽ കുറെ പേര് വിചാരിക്കും, പ്രത്യേകിച്ച് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിചാരിക്കും അനുമോളെ അടുത്തുള്ള എന്തെങ്കിലും ഒരു വിരോധം കൊണ്ടാണെന്ന്. ഒരിക്കലും അല്ല. അനുമോളൊക്കെ ലൈഫിൽ പ്രൂവ് ചെയ്ത അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ഇത് പ്യുവറായിട്ട് ഒരു ഗെയിമായിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോ അതില് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആരെയും മനഃപൂർവ്വം അങ്ങനെ മോശമാക്കാനൊന്നുമല്ല. എന്നിട്ടും ഞാൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തത് ആർക്കെങ്കിലും ഇനി നമ്മൾ കാരണം ഒരു വിഷമം വേണ്ട, ഇനി അങ്ങനെ ഒരു തോന്നല് ഇനി അയാളോ അനുമോളോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വെറുതെ എന്തിനാണ് വേണ്ടാത്തൊരു വിഷയം എടുത്തുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നിപ്പോ ആ ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്, അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. കുറെ ഓഡിയൻസ് തെറ്റിദ്ധരിക്കും. എപ്പിസോഡ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, എന്ത് നോട്ടമാണ് അയാൾ അങ്ങനെ ഇഷ്ടമല്ലാത്ത രൂപത്തിൽ നോക്കിയത് എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു റിയാക്ഷനാണ് ഞാൻ അതിലിട്ടത്. കാരണം ഞാൻ ലൈവ് കണ്ടിട്ടില്ല. അപ്പൊ എന്നെ പോലെ അന്ന് ആ ഒരു സംഭവം ലൈവ് കാണാത്ത ആൾക്കാർ അനുമോളുടെ ആ ഒരു സംഭവം കാണുമ്പോൾ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഉറപ്പായിട്ട് വിചാരിക്കുക അക്ബർ എന്തോ മോശമായ രീതിയിൽ അവരെ നോക്കി. അത് തുറിച്ചു നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ മോശമായെന്ന് ഞാൻ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം മാത്രമല്ലല്ലോ. ഒരു തുറിച്ചു നോട്ടാണെങ്കിൽ പോലും അത് അനുമോൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണല്ലോ അതിലെ പോയിന്റ്. അപ്പൊ എന്താണ് ആ കുഴപ്പം? അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണമല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇന്ന് ആ ഒരു ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോ എന്തായിരിക്കാം അതിന്റെ ഒരു മറുപടി എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഒരു രംഗം കാണിച്ചിട്ടുണ്ട്. ആദില, അനുമോള്, ബിൻസി, റെന ഫാത്തിമ, എനിക്ക് തോന്നുന്നു അവിടെ രേണു സുധി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അനുമോള് നമ്മുടെ അക്ബറിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാള് അക്ബറാണ്, അക്ബറിന്റെ നോട്ടം ഒന്നും ശരിയല്ല
എടുത്തു പറയുന്നുണ്ട്. എപ്പിസോഡിൽ കാണിച്ചതാണ്, ലൈവ് ആണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അക്ബറിന്റെ നോട്ടം ഒന്നും ശരിയല്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ബിഗ് ബോസ് ആയതുകൊണ്ട് അനുമോള് ഒരുപക്ഷെ ഒരു വിമൻ കാർഡ് ഇറക്കുന്നതാണോ, അതല്ല ശരിക്കും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് അക്ബർ അവരെ നോക്കിയോ? ഈ സംശയങ്ങൾ കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് വരും. ഒരു കൺഫ്യൂഷൻ വരും. ഒന്നുകിൽ അനുമോള് കള്ളം പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കും, വിമൻ കാർഡ് ഇറക്കുന്നു എന്ന് വിചാരിക്കും, ഇല്ലെങ്കിൽ അക്ബർ മോശക്കാരനാണോ എന്ന് സംശയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച സ്ഥിതിക്ക് എന്താണ് ആ നോട്ടത്തിന്റെ കുഴപ്പമെന്ന് അനുമോളോട് തന്നെ ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു കാരണവശാലും ഒരു ഗെയിമിന്റെ പേരിൽ ഒരു മനുഷ്യനെയും അനാവശ്യമായിട്ട് അയാളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. തെറ്റിദ്ധാരണയുടെ പേരിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഇനി അഥവാ മോശമായ ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് അയാൾ ഈ പറയുന്ന പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അർഹമായ ശിക്ഷ നൽകുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ടതുണ്ട്. എപ്പിസോഡിൽ വളരെ വ്യക്തമായി കാണിച്ചത് കൊണ്ടാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ടോപ്പിക്ക് സംസാരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.